ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് കലാശപ്പോരാണ്. തുല്യശക്തികളുടെ പോരാട്ടമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ. രണ്ട് ടീമുകളിലെയും കീ പ്ലെയേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം. ഗീസ് പീറ്റർ തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്കാണ് ഇനി. ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ട് തുല്യശക്തികൾ കലാശപ്പോരിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരഫലം അത് പ്രവചനാതീതമാണ്. അവസരത്തിനൊത്ത് കളിക്കുന്ന താരനിരകളാണ് ഇരു ടീമുകളുടെയും ശക്തി. ആരൊക്കെയാണ് ശ്രദ്ധേയ താരങ്ങൾ നോക്കാം. കീ പ്ലെയേഴ്സ്. ആദ്യം ഇന്ത്യയുടെ സൂപ്പർ താരം വിരാട് കോഹ്ലി. റൺ വേട്ടയിലെ ഇന്ത്യൻ സാന്നിധ്യം. ആകെ 4 മത്സരങ്ങളിൽ നിന്നും 217 റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം. ഉയർന്ന സ്കോർ പാകിസ്ഥാനെതിരെ നേടിയ 100 റൺ. ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയുമായി മിന്നും ഫോമിലാണ് കോഹ്ലി. രണ്ടാം താരം ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം. നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി ക്രീസിൽ കളിക്കുന്ന ശുഭ്മാൻ ഗില്ലിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഇന്ത്യൻ ക്യാമ്പ്. 157 റൺസാണ് 4 മത്സരങ്ങളിൽ നിന്നും ഗില്ല് സ്വന്തമാക്കിയിട്ടുള്ളത്. ഉയർന്ന സ്കോർ ബംഗ്ലാദേശിനെതിരെ പുറത്താകാതെ നേടിയ 101 റൺസ്. അടുത്തത് മധ്യനിരയിലെ ഇന്ത്യൻ കരുത്ത് ശ്രേയസ് അയ്യർ. ഇതുവരെ 4 മത്സരങ്ങളിൽ നിന്നും അയ്യർ സ്വന്തമാക്കിയത് 195 റൺസ്. 79 റൺസാണ് ഉയർന്ന സ്കോർ. അതും ന്യൂസിലൻഡിനെതിരെയാണെന്നതും ശ്രദ്ധേയം. 2 അർദ്ധ സെഞ്ചുറികളും ഈ ടൂർണമെന്റിൽ അയ്യർ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. ഇനി ബൗളർമാരിലേക്ക്. മുഹമ്മദ് ഷമി. ഇന്ത്യയുടെ പേസർ കുന്തമുന. വലിയ ഫോമിലാണ് മുഹമ്മദ് ഷമി. വിക്കറ്റ് വേട്ടക്കാരിലെ രണ്ടാമനാണ് ഷമി. 4 മത്സരങ്ങളിൽ നിന്നും ഇതിനോടകം 8 വിക്കറ്റുകൾ ഷമി സ്വന്തമാക്കി കഴിഞ്ഞു. മികച്ച പ്രകടനം 53 റൺസ് വഴങ്ങിക്കൊണ്ട് 5 വിക്കറ്റുകൾ വീഴ്ത്തിയെന്നതാണ്. ഷമിക്ക് പിന്നാലെ ഇതായെത്തുന്നു വരുൺ ചക്രവർത്തി. അപ്രതീക്ഷിതമായി ടീമിലെത്തിയ താരം. 2 മത്സരങ്ങളിൽ നിന്നും 7 വിക്കറ്റാണ് വരുൺ ചക്രവർത്തി സ്വന്തം പേരിൽ കുറിച്ചത്. ഓർക്കണം, കേവലം 2 മത്സരങ്ങളിൽ നിന്നാണ് വരുൺ ചക്രവർത്തിയുടെ വിക്കറ്റ് വേട്ട എന്നതും ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മികച്ച പ്രകടനം കിവീസിനെതിരെയാണ്. 42 റൺസ് വഴങ്ങിക്കൊണ്ട് 5 വിക്കറ്റുകളാണ് വരുൺ ചക്രവർത്തി സ്വന്തം പേരിൽ കുറിച്ചത്. ഇനി ന്യൂസിലൻഡിന്റെ സൂപ്പർ താരങ്ങളിലേക്ക്. രജിൻ രവീന്ദ്ര. കിവീസിന്റെ തുറുപ്പ് ചീട്ട്. റൺവേട്ടക്കാരിലെ രണ്ടാമൻ. 3 മത്സരങ്ങളിൽ നിന്നും 2 സെഞ്ചുറി അടക്കം 226 റൺസാണ് രവീന്ദ്രയുടെ അക്കൗണ്ടിലുള്ളത്. റൺവേട്ടക്കാരിലെ ഒന്നാമനായ ഇംഗ്ലീഷ് താരം ബെൻ ഡക്കറ്റുമായി കേവലം 1 റൺസിന്റെ അകലമാണ് രവീന്ദ്ര കാത്തു സൂക്ഷിക്കുന്നത്. ഉയർന്ന സ്കോർ ബംഗ്ലാദേശിനെതിരെ നേടിയ 112 റൺസ്. കെയ്ൻ വില്യംസനാണ് രണ്ടാമത്തെ താരം. 4 മത്സരങ്ങളിൽ നിന്നും 189 റൺസാണ് വില്യംസണിന്റെ സമ്പാദ്യം. 102 റൺസ്. സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ 102 റൺസാണ് വില്യംസണിന്റെ ഉയർന്ന സ്കോർ. ടോം ലാദൻ. 1 സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയുമായി മികച്ച ഫോമിലാണ് ടോം ലാദൻ. മധ്യനിരയിലെ മറ്റൊരു കരുത്തൻ. 4 മത്സരങ്ങളിൽ നിന്നും 191 റൺസാണ് ടോം ലാദൻ ഇതുവരെ സ്വന്തമാക്കിയത്. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാനെതിരെ 118 റൺസ് അടിച്ചു കൂട്ടിയതാണ് ഉയർന്ന സ്കോർ. ബൗളിംഗിലേക്കും വരികയാണെങ്കിൽ വലിയ പ്രതീക്ഷയുണ്ട് കിവീസിന്. മാറ്റ് ഹെൻറി. വിക്കറ്റ് വേട്ടയിലെ ഒന്നാമൻ. ഇതുവരെ 4 മത്സരങ്ങൾ കളിച്ചു. 10 വിക്കറ്റാണ് മാറ്റ് ഹെൻറി സ്വന്തം പേരിൽ കുറിച്ചത്. മികച്ച പ്രകടനം ഇന്ത്യക്കെതിരെ തന്നെ. ഗ്രൂപ്പ് ഘട്ടത്തിൽ 42 റൺസ് വഴങ്ങി 5 വിക്കറ്റാണ് മാറ്റ് ഹെൻറി ഇന്ത്യയുടെ പിഴുതെടുത്തത്. അടുത്തത് മിച്ചൽ സാറ്റ്നർ. കിവീസിന്റെ പടനായകൻ. പേസർമാരുടെ അറ്റാക്കിംഗ് അവസാനിക്കുമ്പോൾ ഭീഷണിയായി എത്തുന്ന സ്പിൻ മാന്ത്രികൻ. 4 മത്സരങ്ങളിൽ നിന്നും 7 വിക്കറ്റാണ് ഈ നായകൻ സ്വന്തമാക്കിയത്. പാകിസ്ഥാനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും 3 വീതം വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് മിച്ചൽ സാറ്റ്നർ. ഇതിനെല്ലാം പുറമെ ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ഗ്ലെൻ ഫിലിപ്പ് അടക്കമുള്ള ഓൾറൗണ്ട് താരങ്ങളുടെ പ്രകടനങ്ങളും ഇന്ന് നിർണായകമാകും.